മാസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റി അവരുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും? റീ എൻട്രിക്ക് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒന്ന് പരിശോധിക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 8 മാസത്തിലധികം ചെലവഴിച്ച ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ സാധാരണ ജീവിതത്തിലേക്കുള്ള മാറ്റം പേടകത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ അത്ര ഈസി ആയിരിക്കില്ല. മനുഷ്യ ശരീരം ബഹിരാകാശത്ത് വലിയ മാറ്റങ്ങൾക്കാണ് വിധേയമാകുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ കാര്യമായ ശാരീരിക വെല്ലുവിളികളും ഉണ്ടാകും. വിൽമോറിനും സുനിത വില്യംസിനും അവരുടെ ശക്തി വീണ്ടെടുക്കാനും ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ ജീവിതവുമായി പൊരുത്തപ്പെടാനും കഠിനമായ റീഹാബിലിറ്റേഷൻ പ്രക്രിയയ്ക്ക് വിധേയരാകേണ്ടി വരും. മസിൽ അട്രോഫിയും അതുപോലെ ബലഹീനതയും ഒരു വലിയ ഇഷ്യൂ ആണ്. ഗ്രാവിറ്റിയുടെ അഭാവത്തിൽ ശരീരഭാരത്തെ പിന്തുണയ്ക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന കാലുകളിലെയും പുറത്തെയും അതുപോലെ കോർ മസിലുകളും ഒക്കെ ദുർബലമാകും. മസിൽ അട്രോഫി എന്നറിയപ്പെടുന്ന ഈ ഒരു അവസ്ഥ നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്നത് പോലെയുള്ള ലളിതമായ ജോലികൾ പോലും അവിശ്വസനീയമാം വിധം ക്ഷീണിപ്പിക്കും. ബഹിരാകാശ യാത്രികർ ഈ ഒരു മസിൽ ലോസ് അതായത് പേശികളുടെ നഷ്ടം മന്ദഗതിയിലാക്കാൻ ബഹിരാകാശത്ത് കർശനമായ വ്യായാമ മുറകൾ പിന്തുടരുന്നുണ്ട്. എന്നാൽ ഈ ഒരു മുൻകരുതലുകൾ ഉണ്ടെങ്കിൽ പോലും ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ അവർക്ക് ആഴ്ചകളോളം റീഹാബിലിറ്റേഷൻ ആവശ്യമായി വരും. അടുത്തത് അസ്ഥി സാന്ദ്രത നഷ്ടം അതായത് ബോൺ ഡെൻസിറ്റി ലോസ് ആണ്. മെക്കാനിക്കൽ സമ്മർദ്ദത്തിന്റെ അഭാവം അസ്ഥി പുനരുജ്ജീവനത്തിലേക്ക് നയിക്കുന്നതിനാൽ അസ്ഥികളും മൈക്രോഗ്രാവിറ്റിയിൽ കഷ്ടപ്പെടുന്നു എന്ന് വേണം പറയാൻ. ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശത്ത് ഓരോ മാസവും അസ്ഥിപിണ്ഡത്തിന്റെ ഏകദേശം 1 മുതൽ 2% വരെ നഷ്ടപ്പെടുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് പ്രാഥമികമായി ഭാരം വഹിക്കുന്ന അസ്ഥികളായ ഇടുപ്പെല്ല്, നട്ടെല്ല്, കാലുകൾ എന്നിവയെ ബാധിക്കുന്നു. സാധാരണ ഗ്രാവിറ്റിയിലേക്ക് മടങ്ങിയെത്തിയാൽ ഓസ്റ്റിയോപൊറോസിസിന്റെയും ഒടിവുകളുടെയും സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ബഹിരാകാശത്ത് ശരീരദ്രാവകങ്ങൾ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു. ഇത് മുഖം വീർക്കുന്നതിനും അതുപോലെ നേസൽ കഞ്ചഷൻ അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ഗുരുത്വാകർഷണം ഈ ദ്രാവകങ്ങളെ താഴേക്ക് വലിക്കുന്നു. ഇത് പലപ്പോഴും വീർത്ത കാലുകൾ, തലകറക്കം, ബാലൻസ് നിലനിർത്താൻ ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇനിയുള്ളത് കാഴ്ചയിലെ മാറ്റങ്ങളാണ്. ബഹിരാകാശ യാത്രയുടെ അത്ര അറിയപ്പെടാത്തൊരു പ്രഭാവം കാഴ്ചയെ ബാധിക്കുന്നതാണ്. തലയോട്ടിക്കുള്ളിലെ ദ്രാവക സമ്മർദ്ദം കാരണം പല ബഹിരാകാശ സഞ്ചാരികളും മങ്ങിയതോ അല്ലെങ്കിൽ കാഴ്ചശക്തി കുറവോ ആയാണ് മടങ്ങുന്നത്. മൈക്രോഗ്രാവിറ്റിയിൽ ദ്രാവകങ്ങൾ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് മാറുകയും ഒപ്റ്റിക് നാഡിയിൽ സമ്മർദ്ദം ചെലുത്തുകയും കണ്ണിന്റെ ആകൃതി പരത്തുകയും ചെയ്യുന്നു. ചില ബഹിരാകാശ യാത്രികർക്ക് ദീർഘമായ ദൗത്യങ്ങൾക്ക് ശേഷം നീണ്ടു നിൽക്കുന്ന കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനിയുള്ളത് ഹൃദയ സംബന്ധമായ വെല്ലുവിളികളാണ്. ബഹിരാകാശത്ത് ദീർഘനേരം ചിലവഴിക്കുന്നത് ഹൃദയധമനികളുടെ പ്രവർത്തനത്തെ മാറ്റിമറിക്കുന്നു. ഗ്രാവിറ്റിക്ക് എതിരായി രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം കഠിനമായി പ്രയത്നിക്കേണ്ടത് ഇല്ലാത്തതിനാൽ ജോലിഭാരം കുറച്ചുകൊണ്ട് അത് ക്രമേണ പൊരുത്തപ്പെടുന്നു. ഇത് ഹൃദയപേശികളുടെ പിണ്ഡത്തിൽ നേരിയ കുറവുണ്ടാക്കും. എന്നാൽ വീണ്ടും ഗ്രാവിറ്റിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതായത് തിരിച്ചു ഭൂമിയിലേക്ക് എത്തുമ്പോൾ ബഹിരാകാശ യാത്രികർക്ക് പലപ്പോഴും കുറഞ്ഞ രക്തസമ്മർദ്ദം, തലകറക്കം കൂടാതെ ബോധക്ഷയം പോലും അനുഭവപ്പെടുന്നു. കാരണം അവരുടെ ഹൃദയ സംവിധാനം ഭൂമിയുടെ പരിസ്ഥിതിയുമായി വീണ്ടും ക്രമീകരിക്കേണ്ടി വരും. തിരിച്ചു വരുമ്പോൾ സുനിത വില്യംസും വിൽമോറും വിപുലമായ പുനരധിവാസത്തിന് വിധേയരാകേണ്ടി വരും. ബഹിരാകാശ യാത്രികരെ അവരുടെ ശാരീരിക ശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് സ്ട്രെങ്ത് ട്രെയിനിങ്, കാർഡിയോവാസ്കുലർ എക്സസൈസസ്, ബാലൻസ് പരിശീലനം എന്നിവ ഉൾപ്പെടുന്ന പ്രത്യേക പ്രോഗ്രാമുകൾ നാസ നൽകാറുണ്ട്. കൃത്രിമ ഗുരുത്വാകർഷണ പരിഹാരങ്ങളും മെച്ചപ്പെട്ട ബഹിരാകാശ വ്യായാമ വ്യവസ്ഥകളും പോലുള്ള പുതിയ പ്രതിരോധ നടപടികൾ വികസിപ്പിക്കുന്നതിന് ശാസ്ത്രജ്ഞർ ഈ ഇഫക്റ്റുകൾ തുടർച്ചയായി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്കൊപ്പം നീണ്ട ബഹിരാകാശ യാത്രയുടെ ഫലങ്ങൾ മനസ്സിലാക്കുന്നത് എന്നും എപ്പോഴും നിർണായകമാണ്. സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരിൽ നിന്ന് നേടുന്ന അറിവ് ആഴത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങളിൽ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് മികച്ച തന്ത്രങ്ങൾ സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. ബഹിരാകാശ ഏജൻസികൾ ഭൂമിയുടെ ഓർബിറ്റിനും അപ്പുറത്തേക്ക് ദീർഘദൂര യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിനാൽ തന്നെ ബഹിരാകാശ വൈദ്യശാസ്ത്രത്തിലെയും അതുപോലെ പുനരധിവാസത്തിലെയും പുരോഗതി ഭാവി പര്യവേക്ഷകരുടെ സുരക്ഷയും ക്ഷേമവും ഒക്കെ ഉറപ്പാക്കുന്നതിൽ സുപ്രധാന പങ്കും വഹിക്കും.